നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി പരമാവധി ചിലവഴിക്കാവുന്ന തുക 40 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെയും വാഹനങ്ങളുടെയും വാടക സംബന്ധിച്ച കൃത്യമായ റേറ്റ് ചാർട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കാലയളവിൽ കല്യാണ മണ്ഡപങ്ങളും കമ്മ്യൂണിറ്റി ഹാളുകളും കേന്ദ്രീകരിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും. ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്യുന്നത് വിവാഹ ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് തെളിയിക്കാൻ വിവാഹ ക്ഷണക്കത്ത് കൈവശം കരുതണം. ഹാളുകളിലെ ബുക്കിംഗ് വിവരങ്ങൾ വരണാധികാരികൾ ദിവസേന പരിശോധിക്കും. വ്യാജ പാർട്ടികൾ വഴി വോട്ടർമാരെ ആകർഷിക്കുന്നത് തടയാനാണിത്. ആരാധനാലയങ്ങൾക്ക് പുറത്ത് വലിയ തോതിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പരിശോധിക്കും. വോട്ടർമാരെ സ്വാധീനിക്കാൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യ നിയമപ്രകാരവും IPC പ്രകാരവും കുറ്റകരമാണ്. പണം കൈവശം വെക്കുന്നവർ ശ്രദ്ധിക്കുക. യാത്രക്കിടയിൽ കൃത്യമായ രേഖകളില്ലാതെ 50,000 രൂപയ്ക്ക് മുകളിൽ തുക കൈവശം വെക്കാൻ പാടില്ല. അല്ലാത്തപക്ഷം ഫ്ലൈയിങ് സ്ക്വാഡോ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമോ ഈ തുക പിടിച്ചെടുക്കും. നിലവിൽ എലത്തൂർ മണ്ഡലത്തിൽ നിന്നും 2 ലക്ഷം രൂപയോളം പിടിച്ചെടുത്തിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കടത്തും കർശനമായി തടയും. പിടിച്ചെടുത്ത പണം സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് കളക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസർ അധ്യക്ഷനായ അപ്പീൽ കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്. മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ, നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള മദ്യം എന്നിവയുമായി യാത്ര ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും.